ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം നേരെ വീട്ടിൽ നിന്ന് വേദന ഓഫീസിൽ കൊണ്ടാക്കുകയാണ്. അങ്ങനെ ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ വിക്രം വേദന വിളിക്കുന്നുണ്ട്. വേദ, താൻ എന്തിനാണ് അമ്മനോട് അങ്ങനെ പറഞ്ഞത്, എങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും വേദ. അന്നേരം പറയുന്നുണ്ട്, അല്ല, അമ്മയ്ക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നത് പോലെയാണല്ലോ നീ പറഞ്ഞത്. അതായത് ദീപ്തിയുടെ മനസ്സ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവളോടുള്ള സമീപനം മാറ്റിയിട്ടുണ്ടെങ്കിൽ ദീപ്തി നന്നാവുന്നോ, അല്ലെങ്കിൽ ദീപ്തിയുടെ തീരുമാനത്തിൽ മാറ്റം വരുന്നൊക്കെയാണല്ലോ താൻ പറഞ്ഞത്. പിന്നെ അല്ലാതെ എന്ത് പറയണം, അവർക്കൊരു പ്രതീക്ഷ കൊടുത്തുന്നത് സത്യമാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നിയത് എന്ന് പറയട്ടോ. എന്തായാലും ഇപ്പോൾ അവർക്കൊരു പ്രതീക്ഷയായില്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയട്ടോ. എന്നാൽ എനിക്ക് വേണ്ടി വിക്രം ഒരു കാര്യം ചെയ്യോ? എന്ത് കാര്യം? താൻ കാര്യം പറയും, ചെയ്യോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് പറയാം. എടോ, കാര്യം പറഞ്ഞിട്ട് വേണ്ടേ ചെയ്യോ പറ്റുമോ വേണ്ടേ എന്ന് പറയാൻ. ഞാൻ പറഞ്ഞ എന്തും ചെയ്യും എന്ന് എനിക്ക് അറിയണ്ടേ എന്ന് ചോദിക്കാൻ കേട്ടോ. ശരി, എന്നാൽ വാക്ക് തരുന്നു, താൻ പറയും എന്ന് പറയട്ടോ. വിക്രം ആ വരുണിനെ ഒന്ന് പോയി കാണുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. വരുണിനെ കാണാനോ? ഞാനോ എന്ന് ചോദിക്കണം. അതെ, എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടല്ലേ വിക്രം സ്വന്തം അനിയത്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്ന് കരുതിയിട്ട് ആ വരുണിനെ പോയി കാണുക. എനിക്കെന്തോ അവൻ ജെനുവിനാണെന്ന് തോന്നുന്നു. നിനക്ക് വേറെ വട്ടുണ്ടോ? അവനോ എന്ന് ചോദിക്കാണ്ട്. അല്ല, നമ്മളെല്ലാം കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണല്ലോ, ഒന്നുകിൽ സത്യം അല്ലെങ്കിൽ നോണ. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? വിക്രം എന്തായാലും വരുണിനെ ഒന്ന് ചെന്ന് കണ്ട് സംസാരിക്കുക എന്ന് വേദ പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് വരുൺ ദീപ്തിനെയും കൊണ്ട് വരുണിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അമ്മയും പെങ്ങളും കൂടിയിട്ട് ഓടി വരുന്നുണ്ട്. അങ്ങനെ ദീപ്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം മോളുടെ ചേച്ചി ഇവിടെ വരാറുണ്ട്. താൻ ഉദ്ദേശിച്ചത് തന്നെ, വേദ ചേച്ചി വന്നത് നമ്മളെ കാര്യം സംസാരിക്കാൻ തന്നെയാണെന്ന് പറയട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, മോളെ എനിക്കൊരു കാര്യം മാത്രമേ മോളോട് ചോദിക്കാനുള്ളൂ. ഈ നിലത്ത് വീണ് വക്കും സൈഡും ഒക്കെ പൊട്ടിയിട്ടുള്ള ഒരു പാത്രം പോലെയാണ് വരുണിൻ്റെ ജീവിതം. അങ്ങനെ ഇപ്പം അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് അവസാനം അത് വേണ്ടായിരുന്നു എന്ന് മോൾക്ക് തോന്നുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദീപ്തി ആര് പറഞ്ഞു വരുണിൻ്റെ ജീവിതം അങ്ങനെയാണെന്ന്? ഞാൻ കണ്ട വരുൺ അങ്ങനെയല്ല. ഞാൻ കണ്ട വരുൺ അമ്മ വിചാരിക്കുന്ന രീതിയിലല്ല. പിന്നെ വരുണിൻ്റെ പൂർവ്വകാലം അത് എന്നെ ബാധിക്കുന്നതേ അല്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല. പിന്നെ സമൂഹം തെറ്റിദ്ധരിച്ചേക്കാം. എല്ലാവരുടെ അനുവാദത്തോട് കൂടിയിട്ട് ഒന്നും നടക്കണം ഇല്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല അമ്മേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വരുണിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. എന്തായാലും എനിക്കൊരു തീരുമാനമേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് പോകുകയാണ്. പിന്നെ ചക്രപാണി സാറ് വേദന വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും, ശ്രീനിവാസ സാറിന് അയച്ചിട്ടുള്ള വക്കീൽ നോട്ടീസ് മറുപടി വന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ. നമ്മൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ തിരസ്കരിച്ചിട്ടുണ്ടെന്ന് പറയാതെ അയാൾ ഒക്കെ കള്ളാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഏതാ പറയുക, അത് സ്വാഭാവികമാണല്ലോ സാറേ എന്ന് പറയും. അതെ, അത് സ്വാഭാവികമാണ്. അന്നത്തെ ലഹളയും അതുപോലെ ഈ ഹവാല പണമിടപാടും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയും. അത് ശരിയാണ്, പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. തേറാട്ടിൽ ശ്രീധരൻ്റെ കയ്യിൽ ഇതിനൊക്കെ തെളിവില്ലേ? അപ്പോൾ ചക്രപാണി സാറ് പറയും, അതെ, അതാണ് വേണ്ടത്. പക്ഷേ അതുമാത്രം പോരാ, നമ്മളും കൂടെ നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നമ്മളെ കൊണ്ടാവുന്ന തെളിവുകളൊക്കെ നമ്മൾ ശേഖരിക്കണം. കോടതിയിൽ നിന്നൊരു വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ അത് തള്ളിക്കളയാൻ അയാൾക്ക് കഴിയരുത്. ആ രീതിയിലായിരിക്കണം നമ്മൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയും. അപ്പോൾ പറയും, വേറൊരു കാര്യം കൂടി ഉണ്ട് സാറേ, ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. എന്താ അറിവെന്ന് ചോദിക്കും. അതല്ല, ഈ അമ്പലങ്ങളിലൊക്കെ ഓൺലൈനായിട്ട് വഴിപാട് കഴിച്ചിട്ട് അതിൻ്റെ പ്രസാദം എത്തിച്ചു കൊടുക്കലും, ഓൺലൈനായിട്ട് വഴിപാടിന് പൈസ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂജ നടക്കുന്ന കറക്റ്റ് ആ സമയത്ത് പൂജ കാണാനും ഭക്തർക്ക് അവസരം കൊടുക്കുന്ന ഒരു പരിപാടി, ഒരു ഡിജിറ്റലായിട്ടുള്ളൊരു പരിപാടിയാണതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ പൂജ നടക്കുന്ന സമയത്തൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്പലങ്ങളുടെ ഫോട്ടോ എടുത്ത് AI വഴി പൂജ നടത്തി കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ അമ്പലത്തിൽ നിന്ന് പ്രസാദം വഴിപാടായിട്ട് കിട്ടുന്നത് പാൽപ്പായസമായാലും നെയ്പ്പായസമായാലും അത് അതേപോലെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു തട്ടിപ്പ് നടക്കുന്നത് എന്ന് പറയും കേട്ടോ. ആ കേസും ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണേ. അന്നേരം വേദ പറയുന്നുണ്ട്, ഇത് ചെയ്യുന്നത് ബോംബെയിൽ നിന്നാണ്. അതിൽ 3 ആൾക്കാരാണ് ഉള്ളത്. അതിലൊന്ന് സുധാ ശ്രീനിവാസനാണെന്ന് പറയട്ടോ. സുധാ ശ്രീനിവാസനാണ്, ഉറപ്പാണോ എന്ന് ചോദിക്കും. അതെ, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഈ കേസിന് ഈ ഒരു കാര്യം ഉപകരിക്കൂലേ സാറേ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് ഉപകരിക്കും, താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ചക്രപാണി സാറ്. പിന്നെ കാണിക്കുന്നത് വരുണും വിക്രമും തമ്മിൽ കൂടിക്കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ വരുണിനോട് വിക്രം പറയുന്നുണ്ട്, വാ നമുക്കൊന്ന് നടക്കാമെന്ന് പറയുകയാണേ. എന്നോടുള്ള അപ്പോൾ ശരി നമുക്ക് നടക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുണോട് വിക്രം പറയുകയാണ്, എന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട്
എന്തിനാണ് ഇങ്ങനെ വളഞ്ഞ വഴി സ്വീകരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പ്രതികാരമോ? എനിക്കോ? ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഒരു പ്രതികാരവും ഇല്ല എന്ന് പറയാം കേട്ടോ. നീ എന്താ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. ചേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് ചേട്ടനോട് എന്തിനാണ് പ്രതികാരം? ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോത്തിൻ്റെ പോലെയാണ്. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ പോത്തിൻ്റെ കൊമ്പുമ്പോൾ കൂടെ ചുവപ്പ് മാല ഇട്ടിട്ട് വെട്ടാനായിട്ട് കൊണ്ടുപോകുന്ന പോത്ത്. അങ്ങനെയാണ് ഞാൻ. തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. എൻ്റെ പൂർവ്വകാലം നല്ലതല്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും എൻ്റെ ജീവൻ വരെ ഇല്ലാതാവുമെന്നും എനിക്കറിയാം. പിന്നെ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു തോക്കോ ഒരു കത്തിയോ എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അതിൽ തീരാനുള്ളതാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ വിക്രം പൊട്ടിച്ചിരിക്കുകയാണ്. നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്ന് പറയട്ടോ. ഞാൻ പറഞ്ഞത് സത്യമാണ് ചേട്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ വെട്ടാൻ നിൽക്കുന്ന പോത്തിൻ്റെ പോലെയാണ് നിൻ്റെ ജീവിതം എന്ന് നീ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ ദീപ്തിയുടെ ജീവിതം കൂടെ ഇല്ലാതാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ പറയാണ്, അതെ, ഞാൻ അങ്ങനെ ഒരിക്കലും ദീപ്തിയുമായിട്ട് അങ്ങനെ പ്രണയത്തിലാവണം എന്ന് വിചാരിച്ച് നടന്നിരുന്നുള്ള ആളല്ല ചേട്ടാ. ചേട്ടനൊരിക്കലും ചേട്ടൻ്റെ ആൾക്കാർ എന്നെ കൊല്ലാൻ വന്നത് ഓർമ്മയുണ്ടോ ഹോസ്പിറ്റലിലേക്ക് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രമം വല്ലാതാവാനിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ, അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു അറ്റംപ്റ്റിൽ ഞാൻ കൊല്ലപ്പെടണേ തന്നെയാണ്. പക്ഷേ അത് നടന്നില്ല. അതിനുശേഷം 2 തവണ ഞാൻ തന്നെ അതിന് ശ്രമിച്ചു. പക്ഷേ അതും ശരി നന്നായില്ല. അതിൽ ഞാൻ തോറ്റുപോയി. കുറ്റബോധം കൊണ്ടാണോ ഇതൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ, അതെ, കുറ്റബോധം കൊണ്ട് തന്നെയാണ് എന്ന് പറയും. ആ പെൺകുട്ടിയോടുള്ള കുറ്റബോധം. എനിക്ക് ആ പെൺകുട്ടിയോട് മാപ്പ് പറയണം. പിന്നെ ദീപ്തി ഞാനന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച എൻ്റെ പിറ്റേ ദിവസമാണ് ദീപ്തി ഹോസ്പിറ്റലിൽ വന്നത്. ദീപ്തി എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റുമെന്ന് ദീപ്തി പറഞ്ഞു. അതെന്ത് കാര്യമാണെന്ന് വിക്രം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് ഒന്ന്, നമ്മൾ തെറ്റ് ചെയ്ത ആൾക്കാരോട് മാപ്പ് പറയുക. രണ്ടാമത്തത്, നമ്മുടെ ജീവിതം മാറ്റാൻ ആരെങ്കിലും നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് നന്ദി പറയുക. ഇത് രണ്ട് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും എന്ന് ദീപ്തിനെ പറഞ്ഞ് മനസ്സിലാക്കി ചേട്ടാ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പം തുടങ്ങിയ കുത്തഴിഞ്ഞ ജീവിതമാണ്. ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും നന്ദി പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നന്ദി ചേട്ടാ, നന്ദി. താങ്ക് യു വെരി മച്ച്. ചേട്ടനാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയും. അപ്പോൾ വിക്രമനാണെങ്കിൽ ആകെ വല്ലാതാവണേ. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയായിട്ട് മാപ്പ് പറയാൻ ശ്രമിച്ചുകൂടെയും ചോദിക്കുന്നുണ്ട്. ഞാനതിന് ശ്രമിച്ചു, പക്ഷേ ആ പെൺകുട്ടിയും അവളുടെ അച്ഛനും എന്നെ പേപ്പട്ടിയെ ഓടിക്കുന്നത് പോലെയാണ് ഓടിച്ചതെന്ന് പറയും. ദീപ്തിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. ഇത്രയൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നത് കുറച്ച് ആത്മാർത്ഥതയുണ്ടെന്ന് നമ്മളെ വിക്രമിന് അങ്ങനെ തോന്നുകയാണേ. പിന്നെ കാണിക്കുന്നത് രാത്രി വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് വേദയും ശ്രീജിയൊക്കെ ഭക്ഷണം വിളമ്പാണ്. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദിനി അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, ശ്രീജേടത്തി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്തോ എന്ന് പറയുകയാണേ. അപ്പോൾ മാഷ് വിളിച്ച് പറയുന്നത്, നന്ദിനി, നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ എന്താ വെച്ചാന്ന് ചോദിക്കുമ്പോൾ, 2 ദിവസമായിട്ട് നിനക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയും. എന്തൊക്കെയോ ഒരു വ്യത്യാസമുള്ളത് പോലെ തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ, അയ്യോ അച്ഛാ, എനിക്കെന്ത് മാറ്റം, ഞാൻ പഴയതുപോലെ തന്നെ എന്ന് പറയും കേട്ടോ. അങ്ങനെയല്ല, എന്തോ ഒരു മാറ്റമുള്ളത് പോലെ. എനിക്കങ്ങനെ മാറ്റമൊന്നുമില്ല. അല്ല, അപ്പോൾ കമല പറയും, അല്ല, പണിയെടുക്കാൻ പൊതുവെ മടിയുള്ള ആൾ ഇപ്പോൾ അടുക്കളയിൽ കയറിയിട്ടൊക്കെ പണിയെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളെ ശ്രീജിക്കും വേദയ്ക്കൊന്നും ഇതിങ്ങനെ നന്ദിനിയുടെ ഈ ഒരു മാറ്റം വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. വേദയ്ക്ക് തീരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നന്ദിനി പറയും, അയ്യോ അമ്മേ, അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അടുക്കളയിൽ പണിയെടുക്കാത്തതിന് എനിക്ക് 2 കാരണങ്ങളുണ്ട്. എന്ത് കാരണം എന്ന് ചോദിക്കാൻ കേട്ടോ. ഒന്നാമത്തത് കാരണം എന്ന് പറയുന്നത് ശ്രീ ചേച്ചി എല്ലാം ചെയ്തോളൂ എന്നുള്ളൊരു കാരണം. പിന്നെ രണ്ടാമത്തത് എൻ്റെ മടി, അല്ലാതെ പിന്നെ എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ പറയും, അല്ല, ഈ മടി എന്ന് പറയണതേ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിലേ തന്നെ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിക്കില്ലായിരുന്നു, അങ്ങനെ മടിയായതാ. പിന്നെ രണ്ടാമത്തത് ഞാനിവിടെ ജോലി ചെയ്യാത്തത് കാര്യം ശ്രീചേച്ചിക്കാരനാന്ന് പറയും കേട്ടോ. ഈ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർക്കൊന്നും ശ്രീചേച്ചിക്ക് കൂടെ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശ്രീജ പറയും, ഞാൻ എന്ത് ചെയ്തെന്നായി പറയുന്നത് എന്ന് ചോദിക്കട്ടെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നന്ദിനി പറയും, അതെ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാനൊരു കറിയിൽ ഉപ്പിട്ട് അത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്, ശ്രീജ വന്ന് ഉപ്പിട്ട് വീണ്ടും അത് കറക്റ്റാക്കും. അതിന് ശേഷം ഞാനൊരു പാത്രം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീജ വന്ന് വീണ്ടും അത് കഴുകി വയ്ക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിക്കാൻ കേട്ടോ. ഇപ്പം തന്നെ അതെ, ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ പുറത്തേക്കൊന്ന് പോയി വന്നപ്പോഴത്തേനും ചപ്പാത്തി പരത്തി വെച്ചിരിക്കുന്നു ശ്രീജേടത്തി മുഴുവനും. അതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛാ എന്ന് ചോദിക്കാൻ കേട്ടോ.
അല്ല, ചട്ടി കരിയുന്നു കണ്ടപ്പോഴാണ്. എന്തായാലും ഞാൻ ചെയ്ത ജോലി ബാക്കി ചെയ്തല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വം പറയണം, അത് നന്ദിനി പറഞ്ഞ കറക്റ്റാണ് കേട്ടോ, അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഒരാൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇടാനായിട്ട് നിൽക്കരുത്. ഇനി ശ്രീജ അങ്ങനെ ചെയ്യരുത് കേട്ടാന്ന് ശ്രീജനോട് വിശ്വം പറയാണ്. അപ്പോൾ കമലാമ്മ പറയും, ഇതേപോലെ സന്തോഷത്തോട് കൂടിയിട്ട് എന്നും പോയാൽ മതിയായിരുന്നു എന്ന് പറയാൻ കേട്ടോ. പക്ഷെ വേദയ്ക്ക് ഇതൊന്നും വിശ്വാസം വരാതെ ഇങ്ങനെ വേദ നന്ദിനെ തുറിച്ച് നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ പ്രമോലാണ് കാണിക്കുന്നത്. പ്രമോല് എന്ന് പറയുന്നത് നമ്മളെ വരുണിനെ കണ്ടു വന്നിട്ട് വിക്രം പറയുന്നുണ്ട് അവർ ജെന്യുവിൻ ആയിട്ടുള്ള ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് എന്ന് പറയാൻ കേട്ടോ. നമ്മുടെ പോലെ അല്ല എന്ന് പറയും കേട്ടോ. അതെന്താ നമ്മുടെ പോലെ അല്ല എന്ന് പറയുന്നത്? എന്താ, എൻ്റെ ഇഷ്ടം ജെന്യുവിൻ ആണെന്ന് വിക്രമിന് തോന്നുന്നില്ലേ? മലയ്ക്ക് പോകുമ്പോൾ ഭാര്യസ്ഥാനം ഞാൻ ഒഴിഞ്ഞു തരണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രം ചിരിച്ചും കണ്ട് വേദന നോക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥാനം ഒരിക്കലും വിക്രം ഒഴിയാൻ പറയൂല എന്നുള്ളതാണ് വിക്രത്തിൻ്റെ മുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.